ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തലവേദനയെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ തലവേദന എല്ലാവർക്കും അറിയാമല്ലോ. സാധാരണഗതിയിൽ ചെറിയ ചെറിയ ടെൻഷനായാലും ചെറിയ വിശപ്പ് വല്ലാതെ വന്ന് തലവേദന വരികയും അങ്ങനെ സാധാരണ തലവേദന ഓക്കെ പെട്ടെന്ന് മാറും എന്ന് പറയാം. പക്ഷേ ഈ മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു തലവേദന അതൊരു വല്ലാത്ത തലവേദന തന്നെയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു യൂട്യൂബർ തന്നെയാണ്. പുള്ളിക്കാരന് ഭയങ്കര തലവേദന കാരണം ഷൂട്ടൊക്കെ പുള്ളിക്കാരൻ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ആ തലവേദന കാരണം ഷൂട്ടൊക്കെ മാറ്റി വെച്ചു, ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് 2-3 പ്രാവശ്യം എന്നോട് പറഞ്ഞു. ഒരു അക്യുപഞ്ചറിൻ്റെ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആക്ച്വലി അദ്ദേഹത്തിന് വേണ്ടിയിട്ടും ഇതുപോലെ വിഷമിക്കുന്ന നമ്മുടെ നല്ലവരായ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും ആണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഈ മൈഗ്രെയിൻ തലവേദന ഉണ്ടാവുന്നത് ശരിക്കും ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത് ഒന്ന് ഹെറിഡിറ്ററി, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മുമ്പുള്ളവർക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊരു തലവേദന ഉണ്ടെങ്കിൽ അത് നമുക്കും പാസ്സാവാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത് വന്നിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. കാര്യം നമ്മൾ ഇപ്പോൾ ഈ പുള്ളിയാണെങ്കിൽ വെള്ളം കുടിക്കുകയില്ല. അപ്പോൾ ഹൈഡ്രേഷൻ നമുക്ക് വന്ന് നമ്മുടെ ബോഡിയിൽ തീർച്ചയായിട്ടും വെള്ളത്തിൻ്റെ അളവ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഷൂട്ടിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പുള്ളി വെള്ളം കുടിക്കുന്നത് മറന്നു പോവുകയാണ്. അപ്പോൾ നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആകണം. അപ്പോൾ അതേപോലെ തന്നെ ഫുഡ് കഴിക്കുന്നതും നമ്മൾ ഏകദേശം സമയത്തിന്, അല്ലെങ്കിൽ നല്ല വിശക്കുമ്പോൾ കഴിക്കണം. വിശക്കുമ്പോൾ കഴിച്ചില്ലെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടാണ്. അതേപോലെ ചവച്ച് കഴിക്കണം. ഒരുപാട് മസാലകൾ ചേർത്ത് കടയിൽ നിന്നുള്ള ഈ ഫ്രൈഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ചില ഇത് വന്നിട്ട് പ്രോഡക്ട്സ് നമ്മുടെ ബോഡിക്ക് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ടും നമ്മുടെ തലവേദന ഉണ്ടാകും, ഈ മൈഗ്രെയിൻ തലവേദന. അതുപോലെ നമ്മുടെ ഉറക്കം ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം. ഇല്ലെങ്കിൽ നല്ല ഡീപ്പ് സ്ലീപ്പായിട്ട് ഒരു 5 മണിക്കൂറെങ്കിലും നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടിയാലും മതി. പക്ഷേ അറ്റ്ലീസ്റ്റ് നമുക്ക് ഡീപ്പ് സ്ലീപ്പ് 5 hours കിട്ടണം. ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് ഇതായിട്ടുള്ള സ്ലീപ്പ് ആകരുത്. അപ്പോൾ ഇതെല്ലാം കാരണമാണ് നമുക്ക് മൈഗ്രെയിൻ എന്ന് പറയുന്ന തലവേദന ഉണ്ടാകുന്നതിൻ്റെ മുഖ്യമായിട്ടുള്ള കാരണങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ഈ മൈഗ്രെയിൻ വന്നാൽ എങ്ങനെയൊക്കെ നമുക്കതിനെ കുറച്ച് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അതിനെ നമുക്ക് മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈറ്റ്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാകും. നമുക്ക് ഇരുട്ട് മുറിയിൽ പൂട്ടി ഇരിക്കണമെന്ന് തോന്നും. അങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ നമുക്ക് എല്ലാത്തിനും ഒരു വല്ലാത്ത ഇറിറ്റേഷൻ ഫീലാകും. ഭയങ്കര വല്ലാത്തൊരു കണ്ടീഷനാണ് ഈ മൈഗ്രെയിൻ തലവേദന. അപ്പോൾ നമ്മളുടെ അങ്ങനെ അനുഭവിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് വളരെ ഈസി ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമുക്ക് ചെറിയ ആ വേദനയിൽ നിന്നും ഒന്ന് റിലീഫ് കിട്ടാനുള്ള 1-2 പോയിൻറ്റ്സ് ആണ് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ നമ്മൾ ഈ തലവേദന വരുമ്പോൾ നമ്മളുടെ ഈ നെറ്റിയുടെ ഈ ഭാഗം നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ നെറ്റിയുടെ ഈ ഭാഗം 2 കൈ കൊണ്ടും ഇങ്ങനെ മസാജ് ചെയ്ത് കണ്ണും അടച്ച് കുറച്ച് നേരം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ ഈ പിരുവത്തിൻ്റെ ഇങ്ങനെ 2 സൈഡും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ ഒരു പല തവണ വിടുന്നത് നല്ല റിലീഫ് കിട്ടും. ഇവിടെ കൊണ്ടുവന്ന് ഈ ഏരിയയിൽ വരുമ്പോൾ നല്ല റൊട്ടേറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു 10-20 പ്രാവശ്യം ചെയ്യുക. എന്നിട്ട് ഈ തം ഫിംഗർ ഇങ്ങനെ വെച്ചിട്ട് നമ്മളുടെ ഉച്ചം തലയിൽ കൊണ്ടുപോയി ഇങ്ങനെ വെച്ച് 2 സൈഡും, അതായത് ഈ കൈയും റൊട്ടേറ്റ് ആകും, നമ്മളുടെ മേലെ പ്രസ് ചെയ്യണം. ഒരു 5-6 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തിട്ട് മേലിൽ നല്ല 4 ഫിംഗേഴ്സ് കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഒരു 10-20 പ്രാവശ്യം ചെയ്യുക. അതുപോലെ ഈ കാതിൻ്റെ മേളിൽ, ഈ കാതിൻ്റെ തൊട്ട് മേളിൽ വരുന്ന പോർഷൻ ഇതുപോലെ പ്രസ് ചെയ്ത് ഇങ്ങനെ തം ഫിംഗർ നല്ല ഒരുവിധം പ്രഷർ കൊടുത്ത് ഇങ്ങനെ അമർത്തി റൊട്ടേറ്റ് ചെയ്യുക, തിരിച്ചും റൊട്ടേറ്റ് ചെയ്യുക, നല്ല പ്രസ് ചെയ്യുക, അങ്ങനെ റിലാക്സ് ചെയ്യുക. അതുപോലെ കാതിൻ്റെ പുറകിൽ കമ്മലിൻ്റെ തിരികാണി, നമ്മളുടെ കമ്മലിൻ്റെ ആണി തട്ടുന്ന സ്ഥലം എന്ന് പറയാം.
അവിടെയും നല്ല പ്രഷർ കൊടുക്കുക, റിലാക്സ് ചെയ്യുക. അവിടെ നിന്ന് അങ്ങനെ പുറകിലേക്ക് പോകുമ്പോൾ നമ്മളുടെ കാതിൻ്റെ ഈ ഒരു ഫിംഗർ ഫുൾ കംപ്ലീറ്റ് ആകുന്ന സ്ഥലം ഈ ബാക്ക് സൈഡിൽ ഈ 2 തം ഫിംഗർ വെച്ചിട്ട് ബാക്കി വിരലുകൾ ഇങ്ങനെ മേലെ വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ണടച്ച് ശ്രദ്ധയോട് 10-20 പ്രാവശ്യമൊക്കെ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. നിറയെ പ്രാവശ്യം 2-3 പ്രാവശ്യം ഒരു ദിവസം ചെയ്യാൻ പറ്റും. അതുപോലെ ഈ എല്ലാ വിരലുകളും കൊണ്ട് ഇങ്ങനെ അമർത്തിക്കൊണ്ട് പുറകിലേക്ക് കൊണ്ടുവന്ന് ഈ ബാക്കിലെ ആ കുഴിയുടെ ഭാഗമാകുന്നവരേക്കും കൊണ്ടുവന്ന് പ്രസ് ചെയ്യാം. ഇങ്ങനെ കൊണ്ടുവന്ന് അമർത്തി ബാക്കിലേക്ക്. പിന്നെ നമ്മുടെ തലയിൽ ചെറിയ എക്സസൈസ് പോലെ, അതായത് ഫ്രണ്ടിൽ ഇങ്ങനെ ആക്കുക, മേലോട്ട് നോക്കുക, ബാക്കിലേക്ക് അമർത്തുക. അതായത് നമ്മൾ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് നെക്കിനെ മാത്രം ഇങ്ങനെ എന്താ പറയുക, കൊക്ക് ഇങ്ങനെ ചെയ്തില്ലേ അതുപോലെ ഇങ്ങനെ ഫോർവേഡ് കൊണ്ടുവന്നിട്ട് അങ്ങനെ മേപ്പോട്ട് വരുമ്പോൾ ബാക്കിൽ നമുക്ക് കറക്റ്റായിട്ട് അവിടെ പ്രഷർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മേപ്പോട്ടാക്കുക, കുറച്ച് സ്ട്രെച്ച് ചെയ്ത് അങ്ങനെ ഇരിക്കുക, ഒരു 10-20 സെക്കൻഡ്സ് അങ്ങനെ ഇരിക്കുക. ഇത് പലതവണ ചെയ്യാം. അതുപോലെ നമ്മുടെ കൈകൾ കൊണ്ട് ഇങ്ങനെ സൈഡ് സ്ട്രെച്ച് ചെയ്യുക, കണ്ണടച്ച് തന്നെ ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക. അപ്പോൾ ഈ സൈഡ് നല്ല സ്ട്രെച്ച് കിട്ടും. അതുപോലെ നമ്മുടെ ഈ കൈ ഇങ്ങനെ പുറകിലേക്ക് വെച്ചിട്ട് സ്ട്രെച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇനിയും കുറച്ചുകൂടെ എഫക്റ്റീവായിരിക്കും. അതുപോലെ കൈ ഇങ്ങനെ പുറകിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ ടെമ്പിൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഈ ഞരമ്പുകളൊക്കെ വലിയുന്നത് ഫീലാകും. അത് നമ്മളുടെ നെക്കിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ അമർത്തി 2 കൈകളും കൊണ്ട് ഇങ്ങനെ അമർത്തി റിലാക്സ് ചെയ്തിരിക്കുക. ഇങ്ങനെ തേച്ച് വിടുക 2 സൈഡും. പിന്നെ നമുക്ക് ഉച്ചന്തലയിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു പ്രഷർ കൊടുത്ത് നമുക്കിങ്ങനെ കണ്ണടച്ചിരിക്കാം. ഈ പ്രഷർ പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് വളരെ നല്ലതാണ്. അതേപോലെ ഈ സൈഡിൽ നമ്മുടെ കൈകൾ ഇങ്ങനെ വെച്ചിട്ട് കണ്ണടച്ചിരിക്കുക. ഇങ്ങനെ വലിച്ച് നീട്ടുന്നത്, ലൈറ്റായിട്ടൊരു പ്രഷർ കൊടുക്കുന്നതും നല്ല സുഖം കിട്ടും. 2 സൈഡിലും അതുപോലെ നമുക്കിങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ബാക്ക് സൈഡിൽ മസാജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബാക്കിൽ നല്ല പ്രഷറുകൾ, അതേപോലെ ഇതെല്ലാം ചെയ്യുമ്പോൾ വളരെ റിലാക്സ് ആകും. അതുപോലെ നമ്മളുടെ കാലിൻ്റെ വിട്ടിട്ട് ഈ ബാക്കിയുള്ള 4 വിരലുകളുടെയും ഈ നടുഭാഗം, ഇത് കാലാണെന്ന് വെച്ചോളൂ, കാലിൻ്റെ ഈ വിരലുകളുടെ ഇങ്ങനെ ബാക്ക് സൈഡായിട്ട് പാദത്തിൻ്റെ അടിഭാഗം, അതായത് മുകളിലല്ല അടിഭാഗം, തറയിൽ ചവിട്ടുന്ന ഭാഗത്തിൻ്റെ വിരലുകളുടെ ഈ ഭാഗം ഇങ്ങനെ പ്രസ് ചെയ്യുന്നത്. അത് ഫുഡ് റിഫ്ലെക്സോളജിയിൽ നമുക്ക് മൈഗ്രെയിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണിത്. ഈ നടുഭാഗം ഇങ്ങനെ എന്നും പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് മൈഗ്രെയിൻ അത് കുറയ്ക്കാൻ സഹായിക്കും. ഒഴിച്ച് ബാക്കി എല്ലാ വിരലുകളുടെയും നടു പോയിൻ്റാണ് അക്കുപഞ്ചറിൽ നമുക്ക് ഈ വിരലുകളുടെ ഈ പോയിന്റുകൾ പ്രസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് നല്ല റിലീഫ് കിട്ടും. അപ്പോൾ പിന്നെ കാലുകളെ നല്ല തേച്ച് ഫുൾ മസാജ് ചെയ്തു വിടാം. അപ്പോൾ പിന്നെ നമ്മളുടെ വിരലുകൾ, അതേപോലെ നമ്മളുടെ ഇത് തലയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സുജോക്ക് നമ്മളുടെ കൈകളിലും പാദങ്ങളിലും നമ്മളുടെ ബോഡി പാർട്സ് നമ്മളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മളുടെ കൈകളും കാലുകളും നമ്മൾ ഈ ഒരു ബൗളിൽ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതിലേക്ക് കൈ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ എടുക്കുക, പിന്നെ റിലീസ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടും കുറേ നേരം അങ്ങനെ ഇടുന്നത് കൊണ്ട് നല്ല റിലീഫ് കിട്ടും. അപ്പോൾ ഈ ടെക്നിക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ഈ തലവേദന എന്നുള്ളൊരു വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് റിലീഫ് കിട്ടി സുഖമായിരിക്കാൻ ശ്രമിക്കുക. അവനവൻ്റെ ജോലികൾ ശ്രദ്ധിക്കാൻ കഴിയട്ടെ. അപ്പോൾ ഈ ടെക്നിക്കൊക്കെ യൂസ് ചെയ്ത് നമുക്ക് റിലീഫ് ആയെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റിൽ ഇടുക. എല്ലാവരും ആരോഗ്യമായിട്ടും സന്തോഷമായിട്ടും ആനന്ദമായിട്ടും ഇരിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.